Good morning. Okay, എത്ര പേരായി? 15 പേരായി. ഓക്കെ, ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ. അവിടെ എവിടെ വരെ എത്തി? നമ്മള് JCI 5th എഡിഷൻ അല്ലെ. JCI 5th എഡിഷൻ, JCIയുടെ 5th എഡിഷൻ വരെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. JCI ആണ് കേട്ടോ അത്. JCI ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. JCI എന്നാണ് കേട്ടോ അത്. ഇന്ന് നിങ്ങളുടെ ടെക്സ്റ്റിൽ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും കിടക്കുന്നത്. 1, 2 ഒന്ന് നോക്കിയാൽ കേട്ടോ. JCI അക്രഡിറ്റേഷൻ, JCIയുടെ 5th എഡിഷൻ. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞത് JCI 5th എഡിഷൻ ഇഫക്റ്റീവ് ഫ്രം 1st April 2014. എന്ന് മുതലാ പ്രാബല്യത്തിൽ വന്നത്? 2014 April 1 മുതൽ 1st എഡിഷൻ 5th എഡിഷൻ പ്രാബല്യത്തിൽ വന്നു. JCI ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഓക്കെ, അതിനകത്ത് നമ്മൾ പറഞ്ഞത് 4 സെക്ഷൻ ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. JCIയുടെ 5th എഡിഷനെ 4 സെക്ഷൻ ആക്കി തിരിച്ചിട്ടുണ്ട്. സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 4, സെക്ഷൻ 5 അല്ലെ. അങ്ങനെ നമ്മൾ അതിനകത്ത് 4 സെക്ഷൻ ആക്കി തിരിച്ചേക്കണേ 5th എഡിഷനിൽ കേട്ടോ. 4 സെക്ഷൻ. സെക്ഷൻ 1 ഉണ്ട്, സെക്ഷൻ 2 ഉണ്ട്, സെക്ഷൻ 3, സെക്ഷൻ 4 വരെ കേട്ടോ. 4 സെക്ഷൻ നോക്കി. അതിനകത്ത് സെക്ഷൻ 1 എന്താ പറഞ്ഞേക്കുന്നത്? ഇൻക്ലൂഡ് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്, APR എന്ന് പറയുന്നത്. അതായത് എന്താണ് പറഞ്ഞേക്കുന്നത്? അതിനകത്ത് നമുക്ക് ഈ ഒരു അക്രഡിറ്റേഷൻ ഹോസ്പിറ്റലുകൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ 1 പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനകത്ത് നിങ്ങൾ 4 സെക്ഷനുകളും ഏതാണെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു വെക്കണം കേട്ടോ. അതിനകത്ത് JCIയുടെ 5th എഡിഷനെ 4 സെക്ഷൻ ആക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ സെക്ഷൻ 1 പറയുന്നത് എന്താണ്? ഇൻക്ലൂഡ്സ് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്. അതായത് ഈ ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റൽ കൊടുക്കേണ്ട കാര്യങ്ങളാണ് സെക്ഷൻ 1 പറഞ്ഞേക്കുന്നത്. സെക്ഷൻ 2 പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. ഇതാണ് പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങളാണ് ഈ സെക്ഷൻ 2 വരുന്നത്. ഇതാണ് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. ഇനി സെക്ഷൻ 3 നമ്മൾ നോക്കിയേ. Consist of healthcare organization management standards. എന്താ പറയുന്നത്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനദണ്ഡങ്ങൾ, അതിന്റെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡുകളാണ് ഈ സെക്ഷൻ 3 പറഞ്ഞേക്കുന്നത്. സെക്ഷൻ 4 ഇൻക്ലൂഡ്സ് അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ്. അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിന്റെ മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 4 പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ മാത്രം അവിടെ പഠിച്ചു വെക്കുക. ഇനി ഓരോ സെക്ഷനെയും വീണ്ടും നമ്മൾ പല സബ് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾ ഏതൊക്കെയാണെന്ന് അങ്ങനെ ബൈഹാർട്ട് ചെയ്യുന്നില്ല. ആ ഒരു സെക്ഷനിൽ നിന്ന് കൂടുതൽ എക്സ്പാൻഡഡ് ഫോം ആയിട്ടാണ് ചോദിക്കാറ് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ. നോക്കി, ഫസ്റ്റ് ഡേയിൽ നമ്മൾ കൊടുത്തിട്ടില്ല എക്സ്പാൻഡഡ് ഫോം, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, IPSG എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ്, GOALS ഗോൾസ്. ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ്. എല്ലാം ഓർക്കുക, പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 2 വരുന്നത് കേട്ടോ. സെക്ഷൻ 2 വരുന്നത് IPSG, ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ്. അടുത്ത നോക്കിയേ, ACC, അക്സസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അക്സസ് ടു കെയർ, ആ ഒരു പരിചരണത്തിലേക്കുള്ള ഒരു പ്രവേശനവും അതിന്റെ കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അടുത്ത് നോക്കിയേ, PFR, പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്.
ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടാണ് ഉള്ളതാണ്. എക്സ്പാൻഡ് PFR എന്നുള്ളത് കേട്ടോ. പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്, പേഷ്യന്റിന്റെയും അവരുടെ ഫാമിലിയുടെയും അവകാശങ്ങളെ കുറിച്ചൊക്കെയാണ് ആ ഇതിനകത്ത് പറയുന്നത്. AOP എന്ന് പറഞ്ഞാൽ അസസ്മെന്റ് ഓഫ് പേഷ്യന്റ്, അസസ്മെന്റ് ഓഫ് പേഷ്യൻസ്, പേഷ്യന്റിനെ അസസ് ചെയ്യാണ്. Then COP, care of patients, care of patients, ambulatory care ആണ്, ഔട്ട്സൈഡ് ഫെസിലിറ്റി, ഹോസ്പിറ്റലിലേക്ക് പുറത്ത് അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് ഫെസിലിറ്റിക്ക് പുറമെ കൊടുക്കുന്ന ഒരു കെയർ, അതാണ് ആംബുലേറ്ററി കെയർ. Then അതായത് കെയർ ഓഫ് പേഷ്യൻസ്. Then ASC എന്ന് പറഞ്ഞാൽ അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയർ, അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയർ, അനസ്തേഷ്യയും സർജിക്കൽ പരമായിട്ടുള്ള ഒരു പരിചരണമൊക്കെ. Then MMU, മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്, മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേട്ടോ, അതിന്റെ മാനേജ്മെന്റ്, അതിന്റെ ഉപയോഗമൊക്കെ MMU, മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്. PFE, പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ, പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ, പേഷ്യന്റിനും ഫാമിലിക്കും ഉള്ള എന്താ പറയുക ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് PFE എന്ന് പറയുന്നത്, പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. അപ്പൊ ഇതിന് ഏതെങ്കിലും എക്സ്പാൻഡഡ് ഫോമിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എഴുതാൻ ഭാഗത്തിന് നിങ്ങളൊന്ന് റെഡിയായി വെക്കുക കേട്ടോ, റെഡിയാക്കി വെക്കുക, ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് വായിച്ചു വെക്കുക. ഇത് സെക്ഷൻ 2 എല്ലാ പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങളാണ് അതിൽ വരുന്നത്. ഇനി അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല കേട്ടോ, എന്നുവെച്ചാൽ നമ്മൾ എക്സ്പാൻഡഡ് ഫോം അവിടെ നിന്ന് നോട്ട് ചെയ്താൽ മതി നിങ്ങൾ. ഇനി നോക്കിയാൽ അടുത്ത സെക്ഷൻ 3 വരുന്നത് ഏതാണ്? സൗണ്ട് കിട്ടുന്നില്ല, എല്ലാ കേൾക്കാൻ പറ്റില്ലേ നിങ്ങക്ക്? എല്ലാവർക്കും അങ്ങനെയാണോ? കേൾക്കാന്ന് പറയുമ്പോ ചിലപ്പോ മഴയൊക്കെ ഉണ്ടോ നിങ്ങളുടെ അവിടെ? റേഞ്ചിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും കേട്ടോ. ഇവിടെയൊക്കെ നല്ല മഴയാണ്, ഇന്നലെ മുതലൊക്കെ തുടങ്ങിയതാണ്. ഈ മഴ കാരണം ചിലപ്പോ നെറ്റിന്റെ കുറെ പേർക്ക് കിട്ടുന്നില്ല. കേൾക്കാം, കുറച്ച് പേര് കേൾക്കാമെന്ന് ഇട്ടിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് നോക്കിയേ, നെറ്റിന്റെ വല്ല പ്രശ്നം കൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ, മഴയൊക്കെ ആയിരുന്നു. അപ്പൊ നോക്കിയേ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുണ്ടോ? ക്ലിയർ ആണോ നോക്കിയേ? കേൾക്കുന്നുണ്ടോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. യെസ്. സനിലേക്ക് ഇപ്പോഴും കേൾക്കാൻ പറ്റല്ലോ. ഒന്ന് മോളെന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് ഒന്നോടെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് നോക്കിയല്ലോ. ചിലപ്പോ അന്നേരം ചിലപ്പോ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്നുകൂടി ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത നോക്കി സെക്ഷൻ 3 വരുന്നത് എന്താണ്? കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ്. ഹെൽത്ത് കെയർ ആയിട്ട് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, അപ്പൊ അതിന്റെ എന്താ പറയാ അതിന്റെ മാനേജ്മെന്റ്, അതിന്റെ സ്റ്റാൻഡേർഡ്സുകളൊക്കെയാണ് സെക്ഷൻ 3 വരുന്നത്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ്. അതിനകത്തും നമ്മൾ എക്സ്പാൻഡഡ് ഫോം തന്നെ നോട്ട് ചെയ്തിടുക. 2PS എന്ന് പറയുന്നത് എന്താണ്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. എന്താ നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുക, അതൊക്കെ. PCI, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. PCI, prevention and control of infection. GLD എന്ന് പറഞ്ഞാൽ governance, leadership and direction. ഭരണം, ലീഡർഷിപ്പ് നേതൃത്വം, അതിന്റെ ഡയറക്ഷൻ.
എന്താണ് നോക്കിയേ, GLP ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് അക്കാദമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഹോസ്പിറ്റലിന് വേണ്ടി അക്കാദമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ടുള്ള ഭരണവും അതിന്റെ ലീഡർഷിപ്പും അത് ഡയറക്ഷൻ. Then FMS ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എക്സ്പാൻഡ് FMS ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. Then അടുത്ത നോക്കിയേ, സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, SQE. സ്റ്റാഫിന്റെ ക്വാളിഫിക്കേഷൻ, അവരുടെ എഡ്യൂക്കേഷൻ ഒക്കെ. Then അടുത്ത നോക്കിയേ, മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ, MOIA. മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ, MOIA. അപ്പൊ അത്രയും സെക്ഷൻ 3 വരുന്നതാണ് കേട്ടോ. ഇനി അടുത്ത സെക്ഷൻ 4 വരുന്ന നോക്കിയേ, ഇൻക്ലൂഡ് അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ്. അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലുകളും അവരുടെ അതിന്റെ മാനദണ്ഡങ്ങളും ഒക്കെയാണ് സെക്ഷൻ 4 വരുന്നത്, 4th സെക്ഷനിൽ വരുന്നത്. ഓക്കെ, മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ, MPE. Then ഹ്യൂമൻ സബ്ജക്ട് റിസർച്ച് പ്രോഗ്രാം, HRPE. അതിന്റെ രണ്ടിന്റെയും കൂടി എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പൊ ഇത്രയും ഇതിനകത്ത് നിന്ന് നിങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് ഈ JCIയുടെ 5th എഡിഷനെ 4 സെക്ഷൻ ആക്കിയാണ് തിരിച്ചു വെച്ചിരിക്കുന്നത്. അത് ഓരോ സെക്ഷന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. 4 സെക്ഷൻ. അപ്പൊ 4 സെക്ഷൻ ഏതാണ്, ഓരോ സെക്ഷനിലും ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണെന്ന് ഒന്ന് പഠിച്ചു വെക്കുക. ബാക്കിത്തേക്ക് നിങ്ങൾ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് തന്നെ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നോക്കിയേ, JCI 5th edition of the hospital standards contain. JCI 5th edition of the hospital standards contain. 5th എഡിഷനിൽ എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ ഇതിനകത്ത് JCIയുടെ, അതായത് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്ന് വെച്ചാൽ എന്താ, ഹോസ്പിറ്റലുകൾക്കൊക്കെ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആട്ടോ. നാബും JCIയും രണ്ടും നമുക്ക് ഇതിനകത്ത് നാബിന്റെ പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് അടുത്ത സെക്ഷൻ നാബിന്റെ കുറച്ച് സ്റ്റാൻഡേർഡുകൾ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. ഇത് രണ്ടും ഒരു ഓർഗനൈസേഷൻ ആണ് കേട്ടോ. എന്തിനാ, ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് JCIയും നാബ് എന്ന് പറയുന്നത് കേട്ടോ. നാബ്, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ. അത് നെക്സ്റ്റ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് പേജിൽ നാബിന് പഠിക്കാനുണ്ട്. അപ്പൊ അതിനകത്ത് JCI 5th എഡിഷനില് മൊത്തം 285 സ്റ്റാൻഡേർഡുകളും 1160 മെഷറബിൾ ഇലമെന്റ്സും വരുന്നത് JCIയുടെ 5th എഡിഷനില്. അപ്പൊ അതായത് നമുക്ക് എന്താ പറയാ, നമ്മുടെ ഓരോ ഈ ചാപ്റ്ററുകളെയും നമ്മൾ പല പല സെക്ഷനായിട്ട് തിരിച്ചിട്ടില്ലേ, ഓരോ സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് ചാപ്റ്റർ. ആദ്യം മൊത്തം എല്ലാത്തിനെയും നമുക്ക് ഇപ്പൊ നാബിന്റെ കേസിലാണെങ്കിൽ, നാബ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കണമെങ്കിൽ അവർ മൊത്തം 10 ചാപ്റ്റർ ആണ് അവർക്കുള്ളത്. 10 ചാപ്റ്റർ ആണ് അവർക്കുള്ളത്. ആ 10 ചാപ്റ്ററിന്റെ കീഴിൽ ഒരു 100 സ്റ്റാൻഡേർഡ്സും വരുന്നുണ്ട് അവർക്കടെ. 10 ചാപ്റ്റർ വിത്ത് 100 സ്റ്റാൻഡേർഡ്സ്. എന്നിട്ട് വീണ്ടും അതിനെ ആ സ്റ്റാൻഡേർഡ്സിന്റെ ഉള്ളിൽ തന്നെ വീണ്ടും നമുക്ക് അളക്കാവുന്ന കുറച്ച് എലമെന്റ്സ് ഉണ്ട്, അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെ കുറച്ച് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ് അതിനകത്ത് വരുന്നത്. അപ്പൊ ഓരോ ഓർഗനൈസേഷനും അതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. നാബ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് നാബ്. എന്നാൽ JCI നാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് JCI. ഈ JCI ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കണമെങ്കിൽ അവർക്ക് ആ 5th എഡിഷനില് അവർ എത്ര സ്റ്റാൻഡേർഡ് ഉണ്ട്? 285 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെ 1160 മെഷറബിൾ ഇലമെന്റ്സ് ഉണ്ട്. അപ്പൊ ഈ സ്റ്റാൻഡേർഡ്സുകളൊക്കെ ഹോസ്പിറ്റലുകൾ കീപ്പ് ചെയ്താൽ മാത്രമാണ്
ആണ് JCI എന്ത് ചെയ്യുള്ളൂ, ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. ഇതൊരു കോൺസ്റ്റന്റ് അല്ല കേട്ടോ. എന്നുവെച്ചാൽ ഓരോ എഡിക്ഷന്റെ ഒക്കെ അനുസരിച്ച് ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. ആ സ്റ്റാൻഡേർഡ്സും മെഷറബിൾ എലമെന്റ്സും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. എന്നുവെച്ചാൽ റീസെന്റ് ആയിട്ട് അവർ പുതിയ ഇത് വരുന്നതിന്റെ അനുസരിച്ച് സ്റ്റാൻഡേർഡുകളൊക്കെ പുതുക്കിക്കൊണ്ടിരിക്കും. അപ്പൊ എക്സ്ട്രാ കുറച്ച് ചിലപ്പോൾ ഉള്ളത് വേണമെങ്കിൽ കുറച്ച് കളഞ്ഞിട്ട് പുതിയത് വേണമെങ്കിൽ എക്സ്ട്രാ ചെയ്യാം, അല്ലെങ്കിൽ എക്സ്ട്രാ കുറച്ചും കൂടി അവർക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ അല്ല ഇത്. ഇതിനകത്ത് 5th എഡിഷനിൽ അവർ പറയുന്നത് 285 സ്റ്റാൻഡേർഡുകളും 1160 മെഷറബിൾ എലമെന്റ്സും ആണ്. ഇനി ഒന്ന് നോക്കിയേ നെക്സ്റ്റ്. അപ്പൊ അതിനകത്തൊന്ന് നോക്കി വെച്ചോട്ടോ, നമ്പർ ഒന്ന് നോക്കി വെച്ചേരെ. 5th എഡിഷനില് 285 സ്റ്റാൻഡേർഡ്സ്, 1160 മെഷറബിൾ എലമെന്റ്സ്. ഇനി നോക്കിയേ റിവിഷൻ ഓഫ് ദ സ്റ്റാൻഡേർഡ്സ്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ അതായത് JCIയോ NABHO ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ കാലവും അത് നിൽക്കൂല. എന്താ, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിവൈസ് ചെയ്യും. ഇവിടെ നമ്മുടെ സ്റ്റാൻഡേർഡ്സ് JCIയുടെ റിവൈസ് ചെയ്യുന്ന നോക്കി എങ്ങനെയാ നോക്കിയത്. സ്റ്റാൻഡേർഡ് വിൽ ബി റീ എക്സാമിൻഡ് ആൻഡ് പബ്ലിഷ്ഡ് അറ്റ്ലീസ്റ്റ് എവറി 3 years. കണ്ടോ, 3 വർഷമൊക്കെ കൂടുമ്പോഴത്തേക്കും ഈ NAB അല്ല, ഇവിടെ JCI അവർക്കുടെ സ്റ്റാൻഡേർഡുകൾ റീ എക്സാമിൻ ചെയ്യും, പുനഃപരിശോധിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് അവര് 3 വർഷം ആകുമ്പോഴത്തേക്കും അവരത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതായത് ഇപ്പൊ നമ്മള് കുറച്ച് മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി ഇപ്പൊ ഹോസ്പിറ്റലിന് ഒരു അക്രഡിറ്റേഷൻ കിട്ടുകയാണെങ്കിൽ അത് അവര് ആ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കുമല്ലോ, കുറച്ച് സ്റ്റാൻഡേർഡുകൾ നോക്കിയിട്ടാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പൊ ഒരു 3 വർഷം ആകുമ്പോഴത്തേക്കും 285 എന്നുള്ളത് എങ്ങനെയാ ചേഞ്ച് ചെയ്യണേന്നാണോ? അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലിന് JCI അക്രഡിറ്റേഷൻ കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ അതായത് അവർക്കൂടെ ആ എഡിഷനില് 5th എഡിഷൻ ആ ടെക്സ്റ്റില് പബ്ലിഷ് ചെയ്തതിന് കുറച്ച് സ്റ്റാൻഡേർഡുകൾ ഉണ്ടായിരിക്കും. അതായത് 285 സ്റ്റാൻഡേർഡാ പറഞ്ഞേക്കണം 5th എഡിഷനിലെ കാര്യം കേട്ടോ. ഇപ്പൊ ശരിക്കും നമ്മള് ഇപ്പൊ അടുത്ത നെക്സ്റ്റ് എഡിഷൻ ആകുമ്പോഴത്തേക്കും അവർക്ക് എന്താ കുറച്ചുകൂടി കാര്യങ്ങൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം. മനസ്സിലായില്ലേ നിങ്ങക്ക്? അതായത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് അവര് ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാ. ഇപ്പൊ നല്ല ക്വാളിറ്റി കെയർ കൊടുക്കണം നമ്മൾ പറഞ്ഞില്ലേ. ഇപ്പൊ പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങള്, പേഷ്യൻസിന്റെ അവകാശങ്ങള് എന്നൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെ ഓരോന്നിനും നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഓരോ വർഷവും കഴിയുന്നതിന്റെ അനുസരിച്ച് കുറച്ച് അവർക്ക് വേണ്ട, അവർക്ക് എന്താ പുതിയ കുറച്ച് കാര്യങ്ങളും കൂടി അവർക്ക് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനായിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തണം. അതായത് എന്താ പറഞ്ഞേക്കുന്നേ, അപ്പൊ അവർക്ക് ആ 3 വർഷത്തിൽ 285 സ്റ്റാൻഡേർഡ് ആണ് ഫോളോ ചെയ്ത് അക്രഡിറ്റേഷൻ കൊടുക്കുന്നാണെങ്കിൽ പിന്നെ 3 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും, അവരത് റീ എക്സാമിൻ ചെയ്യും, വീണ്ടും കൂടെ പരിശോധിക്കും. അപ്പൊ വേണമെങ്കിൽ എക്സ്ട്രാ 2 സ്റ്റാൻഡേർഡും കൂടി അവർക്ക് ഉൾപ്പെടുത്താം അതില്. അപ്പൊ വേണമെങ്കിൽ അടുത്ത എഡിഷനിൽ വരുമ്പോൾ അവിടെ 287 സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്താലായിരിക്കും അവർ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അതാ പറഞ്ഞേക്കുന്നത്. ഓരോ 3 വർഷം കൂടുമ്പോഴും NAB JCI NABിന്റെ പ്രത്യേകം പറയേണ്ട ഒരു 4 വർഷമാണ് NABിന്റെ പറഞ്ഞേക്കണേ കേട്ടോ. ഇവിടെ കറക്റ്റ് ആയിട്ട് ഒരു അറ്റ്ലീസ്റ്റ് 3 years എന്നാ പറഞ്ഞേക്കുന്നേ. ഒരു 3 വർഷമെങ്കിലും കൂടുമ്പോൾ ഈ JCI ഈ സ്റ്റാൻഡേർഡുകൾ റീ എക്സാമിൻ ചെയ്യുകയും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതിനനുസരിച്ചാണ്, അതായത് ഓരോ എഡിഷനിലും അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോഴത്തേലും അവര് പുതിയ കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നു. അപ്പൊ സ്റ്റാൻഡേർഡുകളിൽ വ്യത്യാസം വരാന്നാ പറഞ്ഞത്. ക്ലിയർ ആയി എന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് അവിടെ? ഇപ്പൊ നമ്മൾ ഓരോ വർഷവും ഇപ്പൊ ഈ വർഷം നമ്മൾ സ്കൂളിൽ ചിലപ്പോ എന്താ പറയാ 5 ബുക്ക് ഒരു 5th പോണ കുട്ടിക്ക് ഒരു 8 ബുക്ക് മതി. എന്നാൽ അടുത്ത ഒരു അക്കാദമിക് ഇയർ ആകുമ്പോഴത്തേക്ക് അവർക്ക് വേണമെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ഇതും കൂടി വേണ്ടിയിട്ട് 2 ബുക്ക് കൂടി ചേർക്കാം. അപ്പൊ ഏതാ നമ്മൾ പറയില്ലേ 5th 5 ബുക്ക് എന്നുള്ളത് ചിലപ്പോ 7 ബുക്ക് ആവാം ഇല്ലേ? അപ്പൊ അത് എന്താ പറയാ, അവർ അതുപോലെ ഇവിടെ എന്താ പറയാ JCI അവരുടെ 5th എഡിഷനിൽ ഇത്രയും സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്താൽ മതി. ഇത്രയും സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കീപ്പ് ചെയ്യാത്ത അവർ അക്രഡിറ്റേഷൻ കൊടുക്കും. അപ്പൊ എന്താ, അവർ 3 വർഷം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പുതിയത് കൊണ്ടുവരാം, പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരാം. അപ്പൊ അത് എക്സ്ട്രാ അതിലേക്ക് എന്ത് ചെയ്യാം,
എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതാണ് അവിടെ ഉദ്ദേശിച്ചേക്കണേ. അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. 5th എഡിഷനില് 285 സ്റ്റാൻഡേർഡുകള്, 1160 മെഷറബിൾ ഇലമെന്റ്സ്. ഇനി ഇവിടെ നോക്കിയേ, ഈ JCI സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാ റീ എക്സാമിൻ ചെയ്യും, അത് പുനഃപരിശോധിക്കുന്നു, എന്നിട്ട് ഓരോ 3 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി JCI സർവേ മെത്തഡോളജി. JCI സർവേ മെത്തഡോളജി. ഇനി ഇപ്പൊ ഇത് എങ്ങനെയാണ് അവർ എടുക്കുന്നത്? സർവേയിലൂടെയാണ് ഈ ഓരോ ഇതും എടുക്കുന്നത്. നോക്കിയേ, സർവേ പ്രോസസ് ബിക്കം ഓപ്പറേഷണൽ. ഒരു സമഗ്രമായ സർവേ പ്രക്രിയ എന്ന് പറയുന്നത് ഒരു കാര്യക്ഷമമാണ്, ഒരു പ്രവർത്തനക്ഷമമാണ്. ടിപ്പിക്കൽ സർവേ ടീം ഇൻക്ലൂഡ്സ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. സർവേ ടീമില്, JCIയുടെ സർവേ മെത്തഡോളജിയില് സർവേ ടീമില് ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഫിസിഷ്യൻ വരാം, ഫിസിഷ്യൻ, നേഴ്സുകൾ വരാം, ആൻഡ് അഡ്മിനിസ്ട്രേറ്ററും വരാം. കണ്ടോ? Typical survey team include physician, nurse, and administrators. Surveyors assess various units within an organization and discuss their findings. In survey എടുക്കുന്ന ആളില്ലേ, സർവേയർമാര്. സർവേസ് എന്ത് ചെയ്യുന്നു? അസസ് ദ വേരിയസ് യൂണിറ്റ്, പല യൂണിറ്റുകളെ വിലയിരുത്തിയിട്ട് എവിടെയാ, ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള പല യൂണിറ്റിനെ വിലയിരുത്തിയിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ കണ്ടെത്തലുകള് എന്ത് ചെയ്യുന്നു? ഡിസ്കസ് ചെയ്യും. ഡിസ്കസ് ദർ ഫൈൻഡിങ്സ്, ഓരോ യൂണിറ്റിൽ നിന്നും അവർക്കുടെ കണ്ടെത്തലുകള് ഡിസ്കസ് ചെയ്യുന്നു. സർവേ കണ്ടക്ട് എ കംപ്ലീറ്റ് സിസ്റ്റം അനാലിസിസ് ഓൺ ഇന്റഗ്രേഷൻ ആൻഡ് കോർഡിനേഷൻ ഓഫ് ദ കെയർ പ്രോസസ്. സർവേ എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് സർവേ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോ സെക്ഷനുകളും എന്താ പറയാ, അപ്പൊ ഹോസ്പിറ്റലിലെ ഓരോ സെക്ഷനുകളും ഇപ്പൊ നല്ല ഗുണനിലവാരം കൊടുത്താല്, അല്ലെങ്കിൽ അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു നല്ലൊരു സർവേ എന്ന് പറയുന്നത് എന്താ? കണ്ടക്ട് എ കംപ്ലീറ്റ് സിസ്റ്റം അനാലിസിസ്. കണ്ടോ? അപ്പോ കംപ്ലീറ്റ് സിസ്റ്റം അനാലിസിസ് ഓൺ ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ സംയോജനം, കോർഡിനേഷൻ ഓഫ് ദ കെയർ പ്രോസസ്. എന്താണ്? ഒരു നല്ലൊരു ഒരു മൊത്തത്തിലുള്ള ആ ഒരു സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഏകോപനവും അതുപോലെ തന്നെ സംയോജനവും സംബന്ധിച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു അനാലിസിസ് ഈ സർവേ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇതിനകത്ത് നമുക്ക് പറയുന്നത് അക്രഡിറ്റേഷൻ സർവേകള് 3 ടൈപ്പാണ് പറഞ്ഞേക്കുന്നത്. നോക്കി, എങ്ങനെയൊക്കെയാണ് ഈ സർവേ അവര് കണ്ടക്ട് ചെയ്യുന്നത്? സർവേ കണ്ടക്ട് ചെയ്യുന്നത് നോക്കിയേ, ഇന്റർവ്യൂ വിത്ത് സ്റ്റാഫ് ആൻഡ് പേഷ്യന്റ് ആൻഡ് അതർ വെർബൽ ഇൻഫർമേഷൻ. എങ്ങനെ ചെയ്യാം? ഇന്റർവ്യൂ വിത്ത് സ്റ്റാഫ് ആൻഡ് പേഷ്യന്റ്, സ്റ്റാഫിനെയും പേഷ്യൻസിനെയും ഒക്കെ ഇന്റർവ്യൂ ചെയ്യാം അല്ലെ? അവരോട് ഡേറ്റാസ് കളക്ട് ചെയ്യാൻ, നമുക്ക് അവരെ ഇന്റർവ്യൂ ചെയ്ത് ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെ നമുക്ക് സർവേ കണ്ടക്ട് ചെയ്യാം. ആൻഡ് അതർ വെർബൽ ഇൻഫർമേഷൻ. വെർബൽ എന്ന് വെച്ചാൽ എന്താ? വെർബൽ ഇങ്ങനെ വാക്കാല് അല്ലെ, അതായത് അവരോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അങ്ങനെ ചെയ്യാം. പിന്നെ രണ്ടാമത്തേത് ഓൺ സൈറ്റ് ഒബ്സർവേഷൻ ഓഫ് ദ പേഷ്യന്റ് കെയർ പ്രോസസ് ബൈ 2 സർവേയേഴ്സ്. ഓൺ സൈറ്റ് ഒബ്സർവേഷൻ. ഓൺ സൈറ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അവര് നേരിട്ട്, ഈ സർവേയേഴ്സ് നേരിട്ട് കണ്ട് ഒബ്സർവ് ചെയ്യുന്നു. അങ്ങനെ ആ കെയർ പ്രോസസ്സില്, പേഷ്യന്റ് കെയർ പ്രോസസ്സ് നേരിട്ട് കണ്ടിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ ഒബ്സർവ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ രീതിയാണ്. ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞ എങ്ങനെയാ? പോളിസി, പ്രൊസീജിയർ, ക്ലിനിക്കൽ പ്രാക്ടീസ് ഗൈഡ്ലൈൻസ് ആൻഡ് അതർ ഡോക്യുമെന്റ്സ് പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പോളിസികൾ, അവിടുത്തെ നയങ്ങൾ, അവർ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ, ക്ലിനിക്കൽ പ്രാക്ടീസ് ഗൈഡ്ലൈൻസ്, മറ്റുള്ള ഡോക്യുമെന്റ്സ്, ഇതെല്ലാം അത് മുഖേന്തരം നമുക്ക് ഡേറ്റാസ് കളക്ട് ചെയ്യാം. അങ്ങനെ 3 രീതിയിലാണ് അക്രഡിറ്റേഷൻ സർവേ കണ്ടക്ട് ചെയ്യുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഏതൊക്കെ രീതിയാണ്? ഇന്റർവ്യൂ നടത്താം അല്ലെ? ഇന്റർവ്യൂ വിത്ത് സ്റ്റാഫ് ആൻഡ് പേഷ്യന്റ്, സ്റ്റാഫ് പേഷ്യന്റും ഒക്കെ ആയിട്ട് ഇന്റർവ്യൂ നടത്താം. അല്ലെങ്കിൽ എന്താ? വെർബൽ ഇൻഫർമേഷൻ, വാക്കാലെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അല്ലെങ്കിലോ ആ കെയർ പ്രോസസ്സ്,
ഓൺസൈറ്റ് ഒബ്സർവേഷൻ. രണ്ടാമത്തെ ഓൺസൈറ്റ്, അതായത് അവര് ആ ഹോസ്പിറ്റലുകാര് ഈ കെയർ പ്രോസസ്സർ പേഷ്യൻസിനെ പരിചരിക്കുന്ന ആ രീതി നേരിട്ട് നോക്കിക്കണ്ട്, അല്ലെ? ഓൺസൈറ്റ് ഒബ്സർവേഷൻ നേരിട്ട് ചോദിക്കൊന്നുമില്ല അവരോടൊന്നും ചോദിക്കൊന്നുമില്ല, നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് അങ്ങനെ അത് ഡേറ്റാസ് കളക്ട് ചെയ്യാം. മൂന്നാമത്തെ ആ ഒരു ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന അവിടുത്തെ നയങ്ങള്, ഡോക്യുമെന്റുകള്, റെക്കോർഡുകള്, പ്രൊസീജിയറുകള്, ഇതെല്ലാം അതിനെ ബേസ് ചെയ്തിട്ടും എന്ത് ചെയ്യാം, ഡേറ്റാസ് കളക്ട് ചെയ്യാം. അത് മൂന്നും ക്ലിയർ ആയോ? നമ്മൾ ഇമ്പോർട്ടന്റ് ഉള്ളത് മാത്രം കേട്ടോ നമ്മൾ വീണ്ടും ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയുന്നുള്ളൂ കേട്ടോ. അല്ലാത്തതൊക്കെ ഒരു പ്രാവശ്യം അങ്ങ് പറഞ്ഞു പോയാൽ മതി. ക്ലിയർ ആണ്. 3 രീതികളാണ്. ഇനി അടുത്തത് ഈ സർവേനെ നമുക്ക് സ്കോർ ചെയ്യണം, അല്ലെ? മാർക്ക് കൊടുക്കണ്ടേ സർവേനെ? എന്നിട്ട് അതിനനുസരിച്ചാണ് ലാസ്റ്റ് നമ്മൾ ടോട്ടൽ നോക്കിയിട്ട് എത്ര സ്കോർ ലഭിച്ചു അതിനനുസരിച്ചാണ് ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, സ്കോറിങ് എങ്ങനെയാ കൊടുക്കുന്നത്? സ്കോറിംഗ് ദ സർവേ റിസൾട്ട് സ്കോർ ചെയ്യുന്നത് നോക്കി, ഓരോ സ്റ്റാൻഡേർഡിനും എന്താണ് എത്ര സ്കോർ വേണം? അറ്റ്ലീസ്റ്റ് 5 സ്കോർ എങ്കിലും വേണം. ഈച്ച് സ്റ്റാൻഡേർഡ് മസ്റ്റ് കണ്ടെയ്ൻ എ സ്കോറിംഗ് ഓഫ് അറ്റ്ലീസ്റ്റ് 5. ഓരോ സ്റ്റാൻഡേർഡും ഓരോ മാനദണ്ഡങ്ങളും നമ്മൾ പറഞ്ഞില്ലേ 285 സ്റ്റാൻഡേർഡുകളുണ്ട്. ആ ഓരോ JCID ആയിട്ട് പറയുന്നേ, JCID 285 സ്റ്റാൻഡേർഡ്സ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് ആ സ്റ്റാൻഡേർഡില് ഓരോന്നിനും സ്കോറിങ് എത്രയായിരിക്കണം? അറ്റ്ലീസ്റ്റ് 5 സ്കോർ എങ്കിലും കിട്ടണം. നമ്മൾ ഡേറ്റാസ് കളക്ട് ചെയ്യൂലേ, അപ്പൊ ഇതാന്ന് വെച്ചാൽ സ്കോർ കുറവെന്ന് വെച്ചാൽ അത്രയും ബെറ്റർ അല്ല എന്നല്ലേ നമ്മൾ വിചാരിക്കേണ്ടത്, അല്ലെ? എല്ലാവരും എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്തു, എല്ലാം ഗുഡാണ്, എല്ലാം ഫുൾ മാർക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കൊന്നും നോക്കണ്ട, അല്ലെ? ഇപ്പൊ അതായത് മാർക്ക് കുറവുള്ള ഏരിയ എന്ന് പറഞ്ഞ എന്താ, അത് ക്വാളിറ്റി അത്ര ബെറ്റർ അല്ല, അല്ലെങ്കിൽ അവര് ആ സ്റ്റാൻഡേർഡ് അവര് ഫോളോ ചെയ്യുന്നില്ല എന്നല്ല അർത്ഥമാക്കേണ്ടത്, അല്ലെ? അപ്പൊ ഇങ്ങനെ ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് ഓരോ സ്റ്റാൻഡേർഡിനും എത്ര സ്കോറെങ്കിലും വേണം? അറ്റ്ലീസ്റ്റ് 5 സ്കോറെങ്കിലും കിട്ടണം. എങ്കിൽ മാത്രമാണ് അവരത് കൺസിഡർ ചെയ്യുള്ളൂ. 5 താഴെ വരികയാണെങ്കിൽ, 2ഓ 3ഓ സ്കോറൊക്കെയാണ് ഒരു സ്റ്റാൻഡേർഡിന് കിട്ടിയെങ്കിൽ ആ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കിട്ടില്ല. മനസ്സിലാവില്ല നിങ്ങൾക്ക് പറയണത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളത്? ഓക്കെ, അപ്പോ ഇത്രയും മനസ്സിലാക്കുക. ഓരോ സ്റ്റാൻഡേർഡുകൾക്കും എത്ര വേണം? അറ്റ്ലീസ്റ്റ് 5 സ്കോർ എങ്കിലും വേണം. മിനിമം ആട്ടോ 5 സ്കോർ എങ്കിലും വേണം. ഇനി നോക്കി, each chapter must have a score of at least 8. ഓരോ ചാപ്റ്ററിനും, അതായത് അതാ ഞാൻ പറഞ്ഞത്, ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിനകത്ത് ഇപ്പൊ നാബിന്റെ ഇതിനകത്ത് പറയുകയാണെങ്കിൽ അവര് മൊത്തം നാബിനകത്ത് വരുമ്പോ 10 ചാപ്റ്റർ ആണുള്ളത്. നിങ്ങൾക്ക് മൊഡ്യൂള് 4 തിരിച്ചു വെച്ചിട്ടില്ലേ? അതുപോലെ നാബിന്റെ കേസിൽ പറയുകയാണെങ്കിൽ 10 സ്റ്റാൻഡേർഡാ. 5 പേഷ്യന്റ് സെന്റേർഡും അടുത്ത 5 ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡും ആണ്. അങ്ങനെ 10 ചാപ്റ്റർ ആട്ടോ. 10 ചാപ്റ്റർ ആണ്. 10 ചാപ്റ്ററിൽ 5 പേഷ്യന്റ് സെന്റേർഡും അതില് 5 ഓർഗനൈസേഷൻ സെന്റേർഡും ആണ്. അങ്ങനെ മൊത്തത്തില് എത്രയുണ്ട്? 10 ചാപ്റ്റർ ഉണ്ട്. അതിന്റെ കീഴില്, ആ 10 ചാപ്റ്ററിന്റെ കീഴില് എത്രയാ? 100 സ്റ്റാൻഡേർഡ് ആണ് നാബിന്റെ കേസ് കേട്ടോ. നാബില് 100 സ്റ്റാൻഡേർഡാ വന്നത്. ഇനി അതിന് കീഴിലാണ് വീണ്ടും എന്ത് വരുന്നത്? ഒബ്ജക്റ്റീവ്സ് 11. അത് കൂടാതെ സ്റ്റാൻഡേർഡ് കൂടാതെ കുറച്ച് അളക്കാവുന്ന മെഷറബിൾ എലമെന്റ്സ്, ഒബ്ജക്റ്റീവ് എലമെന്റ്സ് വന്നത് അതിന്റെ കീഴിൽ. അങ്ങനെ 3 സെക്ഷൻ ആക്കി തിരിച്ചു വെച്ചേക്കണേ. ഇപ്പൊ നമ്മള് പറയൂലേ, നിങ്ങളുടെ PGയുടെ നമുക്ക് HAയുടെ ഇതിനകത്ത് നമുക്ക് മൊത്തം നിങ്ങൾക്ക് 4 മൊഡ്യൂള്. ആ 4 മൊഡ്യൂളിലും ഓരോ മൊഡ്യൂളും ഫസ്റ്റ് മൊഡ്യൂളിലും 13 ചാപ്റ്റർ അങ്ങനെ തിരിച്ചു വെച്ചിട്ടില്ലേ? അതേപോലെ ആ 10 ചാപ്റ്ററിന്റെ ഉള്ളില് വീണ്ടും വീണ്ടും കുറെ കാര്യങ്ങൾ വന്നില്ലേ? അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് 13 ചാപ്റ്റർ ആണെങ്കിൽ ആ 13 ചാപ്റ്ററിന്റെ ഉള്ളിൽ കുറച്ച് സബായിട്ട് കുറെ കാര്യങ്ങൾ വന്നില്ലേ? അങ്ങനെ 3 സെക്ഷൻ ആക്കിയാ തിരിച്ചേക്കുന്നത്. അപ്പൊ ഏറ്റവും ടോപ്പിലാണ് ചാപ്റ്റർ വരുന്നത്.
ആ നോക്കി ഇതിനകത്ത് നമുക്ക് നോക്കി ഓരോ ചാപ്റ്ററിനും എന്ത് വേണം? സ്കോറിംഗ് ഓഫ് അറ്റ്ലീസ്റ്റ് 8 സ്കോർ എങ്കിലും വേണം. ഓക്കെ, ഇനി all standards must together. ഇനി മൊത്തം എല്ലാ സ്റ്റാൻഡേർഡും കൂടി ആവറേജ് എത്രയായിരിക്കണം? എല്ലാ സ്റ്റാൻഡേർഡും കൂടി ആവറേജ് നോക്കുകയാണെങ്കിൽ എത്ര വേണം? അറ്റ്ലീസ്റ്റ് 9 എങ്കിലും വേണം. എല്ലാ സ്റ്റാൻഡേർഡിന്റെയും കൂടി ആവറേജ് 285 എന്നാണ് നമ്മൾ JCI പറഞ്ഞത് അല്ലെ? 285 സ്റ്റാൻഡേർഡ് മൊത്തം എല്ലാ സ്റ്റാൻഡേർഡും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ആവറേജ് 9 എങ്കിലും വേണം. Then all measurable elements are averaged to obtain the score for the standard. എങ്ങനെയാണ് ആ സ്റ്റാൻഡേർഡിന് നമുക്ക് സ്കോർ ലഭിക്കണമെങ്കിൽ എല്ലാ മെഷറബിൾ ഇലമെന്റ്സും ആവറേജ് ആയിരിക്കണം. അത് പരസ്പരം കണക്ട് ചെയ്തിരിക്കാം. എല്ലാ ലാസ്റ്റത്ത് കിടക്കുന്നതാണ് മെഷറബിൾ ഇലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ മെഷറബിൾ ഇലമെന്റ്സും എന്താണ്? അത് ആവറേജ് ആണെങ്കിൽ മാത്രമാണ് ഈ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമുക്ക് സ്റ്റാൻഡേർഡിന് സ്കോർ കിട്ടുള്ളൂ. ആ സ്റ്റാൻഡേർഡിന്റെ സ്കോർ നമുക്ക് കിട്ടുമ്പോഴാണ് ഏത് കിട്ടുന്നത്? ആ ചാപ്റ്ററിന് സ്കോർ കിട്ടുന്നത്. അതായത് ഇത് മൂന്നും പരസ്പരം കണക്ട് ചെയ്തായിരിക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിനൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും കണ്ടിട്ടില്ല. എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിനെയാണ് വീണ്ടും കുറെ സ്റ്റാൻഡേർഡുകളായി തിരിച്ചേക്കുന്നത്. ആ സ്റ്റാൻഡേർഡുകൾ വീണ്ടും സ്റ്റാൻഡേർഡുകൾക്കുള്ളിൽ വീണ്ടും മെഷറബിൾ ഇലമെന്റ്സ് വരുന്നുണ്ട്. അത്രയൊന്നും ക്ലിയർ ചെയ്ത് വെക്കാം. മനസ്സിലായോ? ഇനി നാബിന്റെ പറയുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. അടുത്തത് നാബാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇച്ചിരി കൂടി നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയൊന്നും മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈ JCIക്ക് എന്ന് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷന് ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് എല്ലാ ചാപ്റ്ററിനും എത്ര വേണം? ഹാവ് എ സ്കോർ ഓഫ് അറ്റ്ലീസ്റ്റ് 8. എല്ലാ ചാപ്റ്ററിനും അറ്റ്ലീസ്റ്റ് 8 സ്കോർ എങ്കിലും വേണം. ഇനി ആ ചാപ്റ്ററിന്റെ കീഴിൽ വരുന്നതാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ആ ചാപ്റ്ററിന്റെ കീഴിലാണ് സ്റ്റാൻഡേർഡ് എന്ന് വരുന്നത്. അതിന് നോക്കിയേ സ്കോറിംഗ് എത്ര വേണം? ഓരോ സ്റ്റാൻഡേർഡിനും അറ്റ്ലീസ്റ്റ് 5 സ്കോറിംഗും വേണം. ഇനി എല്ലാ സ്റ്റാൻഡേർഡുകളും കൂടി ആവറേജ് 9 എങ്കിലും വേണം. പിന്നെ പറഞ്ഞേക്കുന്നത് ഈ സ്റ്റാൻഡേർഡിന് സ്കോർ കിട്ടണമെങ്കിൽ എന്ത് വേണം? നമുക്ക് എല്ലാ മെഷറബിൾ ഇലമെന്റ്സും ആവറേജ് ആയിരിക്കണം. അത് കുറവാണെങ്കിൽ മെഷറബിൾ ഇലമെന്റ്സിന്റെ സ്കോർ കുറവാണെങ്കിൽ സ്റ്റാൻഡേർഡിന് സ്കോർ കിട്ടൂല. മനസ്സിലായോ? All measurable elements are averaged to obtain the score for the standard. സ്റ്റാൻഡേർഡുകൾക്ക് സ്കോർ ലഭിക്കണമെങ്കിൽ എല്ലാ മെഷറബിൾ ഇലമെന്റ്സും ആവറേജ് ആയിരിക്കണം. ഓക്കെ, ഇനി നോക്കിയേ സ്കോറിംഗ് കൊടുക്കുന്നത് എങ്ങനെ? എത്ര പോയിന്റ് വീതാ കൊടുക്കണേ നോക്കി. ഈച്ച് മെഷറബിൾ ഇലമെന്റ്സ് ഈസ് സ്കോർഡ്. അതായത് ഓരോ മെഷറബിൾ ഇലമെന്റ്സും സ്കോർ ചെയ്യുന്നത്. അതായത് ഇവിടെ എങ്ങനെ നമ്മൾ കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മളെ ക്വസ്റ്റ്യൻസ് വിച്ച് ആർ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻ ആട്ടോ. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ആ ഇന്റർവ്യൂ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വെർബൽ ഇൻഫർമേഷൻ ആണെങ്കിൽ നമ്മൾ എല്ലാം സ്കോർ ചെയ്യുവാണെങ്കിൽ, എല്ലാത്തിനും നമുക്ക് ആൻസർ കിട്ടുവാണെങ്കിൽ, മെറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. എല്ലാത്തിനും ആൻസർ കിട്ടുവാണെങ്കിൽ എല്ലാം ഇതാണ്. 10 മാർക്ക് അവിടെ കൊടുക്കും. എത്ര കൊടുക്കും? മെറ്റ് എന്ന് പറഞ്ഞാൽ 10. ഇനി പാർഷ്യലി മെറ്റ്, പകുതിയാണ് അവിടെ ആൻസർ ചെയ്തിട്ടുള്ളെങ്കിൽ, പകുതി ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്തിട്ടുള്ളെങ്കിൽ, അല്ലെങ്കിൽ പകുതിയാണ് അവരത് ആ ഡാറ്റാസ് ഇതൊക്കെ ആയിട്ടുള്ളെങ്കിൽ എത്രയാ? 5 മാർക്ക്. അതിന് പകുതി കിട്ടും. ഇനി ഒന്നും ചെയ്യാത്തത്, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാത്തതിന് 0 മാർക്കും. അങ്ങനെയാണ് മാർക്ക് കൗണ്ട് ചെയ്യുന്നത് കേട്ടോ. മൊത്തത്തില് ഇത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തതിന് 10 മാർക്ക്, പകുതി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തതിന് 5 മാർക്ക്, അത് ആൻസർ ചെയ്യാതിരുന്ന 0 മാർക്ക്. വീണ്ടും അത് പറഞ്ഞിട്ട് all standards are average to obtain the score for the chapter. അപ്പൊ ചാപ്റ്ററിന് സ്കോർ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ചാപ്റ്റർ ആണ് ഏറ്റവും ടോപ്പിൽ നിൽക്കണേ. ആ ചാപ്റ്ററിന് സ്കോർ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? എല്ലാ സ്റ്റാൻഡേർഡ്സും ആവറേജ് ആയിരിക്കണം. കണ്ടോ? എല്ലാ സ്റ്റാൻഡേർഡ്സും ആവറേജ് ആണെങ്കിൽ മാത്രമാണ് ആ ചാപ്റ്ററിന് സ്കോർ കിട്ടുള്ളൂ. Then all chapters are average to obtain the overall score. മൊത്തത്തിൽ നമുക്ക് ഈ സ്കോർ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? എല്ലാ ചാപ്റ്റേഴ്സും എങ്ങനെയാ? ആവറേജ് ആയിരിക്കണം. അത് നിങ്ങൾക്കൊരു ഇങ്ങനെ വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നാം, എന്താ പറയണേന്നുള്ളത്. പക്ഷെ ഇത്രയും മനസ്സിലാക്കി ഒന്ന് വെച്ചാൽ മതി കേട്ടോ.
എല്ലാ ചാപ്റ്റേഴ്സും ആവറേജ് ആണെങ്കിൽ മാത്രമാണ് ഓവറോൾ സ്കോർ ലഭിക്കുള്ളൂ. നമുക്ക് മൊത്തത്തിൽ സ്കോർ ലഭിക്കണമെങ്കിൽ എല്ലാ ചാപ്റ്ററും ആവറേജ് ആയിരിക്കണം കേട്ടോ. ഇനി ചാപ്റ്ററിന് സ്കോർ കിട്ടണമെങ്കിൽ എല്ലാ സ്റ്റാൻഡേർഡും ആവറേജ് ആയിരിക്കണം. ഇനി ആ സ്റ്റാൻഡേർഡിന് സ്കോർ ലഭിക്കണമെങ്കിൽ എല്ലാ മെഷറബിൾ എലിമെന്റ്സും ആവറേജ് ആയിരിക്കും. ക്ലിയർ ആയോ? മൂന്ന് ഘട്ടമായിട്ടാ പറയുന്നത്. ടോപ്പില് ചാപ്റ്റർ, അതിന്റെ കീഴിൽ സ്റ്റാൻഡേർഡ്, അതിന്റെ കീഴിൽ മെഷറബിൾ എലിമെന്റ്സ്. ക്ലിയർ ആവുന്നുണ്ടോ പറയണേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും കണ്ടിട്ട് ചോദിക്കാറില്ല ഈ സെക്ഷനൊന്നും. ഇനി നോക്കിയേ, ഇനി വരുന്ന നാബാണ്. ആദ്യം നിങ്ങൾ പഠിച്ചു വെക്കണം. നാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഹോസ്പിറ്റലുകൾക്ക് ഔദ്യോഗികമായി അംഗീകാരം കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് നാബ്. നാബിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കി, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. എക്സ്പാൻഡഡ് ഫോം ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് 2005 നാബ് രൂപീകൃതമായത്. 2005 നാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, നാബ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡാട്ടോ. നാബ് എന്ന് പറഞ്ഞാൽ നാഷണൽ ലെവലിലാണ് കേട്ടോ. നാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഹോസ്പിറ്റലുകൾക്ക് നാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ് നാബ്. നോട്ട് ചെയ്തു, 2005 കേട്ടോ. ACI ആണെങ്കിൽ ഇന്റർനാഷണൽ ലെവലില്. ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കുക. നാബ് നാഷണൽ ലെവലില് എന്നുള്ളതാണ് നാഷണൽ ലെവലിലും, JCI ഇന്റർനാഷണൽ ലെവലിലും ആണ് കേട്ടോ. പിന്നെ പറഞ്ഞേക്കുന്നത് 2005 നാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് നാബ് എന്ന് പറയുന്നത്. അതിനകത്ത് ഈ നാബിന്റെ ഒരു എംബ്ലം ഉണ്ട് ഇങ്ങനെ റൗണ്ടില്. നാബിന്റെ ആ സർട്ടിഫൈ ചെയ്ത സർട്ടിഫിക്കേഷനില് നമ്മൾ സീറ്റ് പോലത്തെ അവിടെ എംബ്ലം, നാബിന്റെ ആ എംബ്ലത്തിൽ തന്നെ എഴുതി വെച്ചേക്കുന്നത് 2 കാര്യങ്ങളാണ്: പേഷ്യന്റ് സേഫ്റ്റി, ക്വാളിറ്റി ഓഫ് കെയർ. ആ 2 എണ്ണമാണ് ഈ എംബ്ലത്തിൽ കൊടുത്തേക്കുന്നത്. എന്താ? പേഷ്യന്റിന്റെ സേഫ്റ്റി, ക്വാളിറ്റി ഓഫ് കെയർ. 2 കാര്യങ്ങൾക്കാണ് നാബ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക്, പേഷ്യന്റിന്റെ സുരക്ഷിതത്തിനും, എന്താ, ക്വാളിറ്റി ഓഫ് കെയർ, നമ്മളെ കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന കെയർ, പരിചരണത്തിനുള്ള ക്വാളിറ്റിയും. ആ 2 കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നോക്കിയേ, ഹോസ്പിറ്റലുകളില് പേഷ്യന്റിന്റെ സേഫ്റ്റിയും ക്വാളിറ്റി ഓഫ് കെയറും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന് അംഗീകാരം കൊടുക്കുന്ന ഒരു ബോർഡാണ് നാബ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഹോസ്പിറ്റലുകൾക്കായിട്ടുള്ള പ്രധാനപ്പെട്ട അക്രഡിറ്റേഷൻ ബോർഡാണ്. ഒരു അക്രഡിറ്റേഷൻ ബോർഡാണ് നാഷണൽ ലെവലില്. അതൊന്ന് നോട്ട് ചെയ്തിടണം കേട്ടോ, ആദ്യപ്പോഴത്. നാഷണൽ ലെവലില് ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് നാബ് എന്ന് പറയുന്നത്. ഇനി ഇതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് ബോർഡാണ്, ഒരു ഘടക ബോർഡാണ്, ഒരു ഭാഗമാണ്. ഏത്? ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഘടക ബോർഡാണ് ഒരു ഇത് ഈ നാബ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് നോക്കി, അവിടെ The NABL standards are reformed every 4 years. ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. JCIയുടെ നമ്മൾ പറഞ്ഞത് എങ്ങനെയാ? 3 വർഷം കൂടുമ്പോഴും അവരുടെ മാനദണ്ഡങ്ങൾ റീവാലുവേഷൻ ചെയ്യുന്നു എന്നാ പറയുന്നത് അല്ലെ, പുതുക്കുന്നു എന്നാ പറഞ്ഞേക്കുന്നത്. ഇവിടെ നാബ് നോക്കി, നാബ് അതിന്റെ സ്റ്റാൻഡേർഡുകൾ റീഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? എവറി 4 years. അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഓരോ 4 വർഷം കൂടുമ്പോഴും നാബ് അതിന്റെ മാനദണ്ഡങ്ങൾ പുതുക്കുന്നു. ആൻഡ് നൗ ദ ഹോസ്പിറ്റൽ ഇംപ്ലിമെന്റ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത് എത്രാമത്തെ എഡിഷൻ ആണ്? 5th എഡിഷൻ. ഏപ്രിൽ 2000. അപ്പൊ ഇപ്പോഴല്ല, അതായത് ഏപ്രിൽ 2000 എഴുതി ആ ടെക്സ്റ്റിന്റെ ബേസ് ചെയ്തിട്ടാട്ടോ അവിടെ പറഞ്ഞേക്കണേ. ഏപ്രിൽ 2020 2020 5th എഡിഷൻ ആണ്. അപ്പൊ ഇപ്പൊ എത്രയായിരിക്കും? ഇപ്പൊ 2025. അപ്പൊ 4 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്രാമത്തെ എഡിഷൻ ആയിരിക്കും? ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലുകളില് നാബിന്റെ 6th എഡിഷൻ ആണ് നടക്കുന്നത് കേട്ടോ.
6th എഡിഷൻ. ഇവിടെ ഏപ്രില് 2020 5th എഡിഷൻ സ്റ്റാൻഡേർഡ് ആയിരുന്നു അവര് ഹോസ്പിറ്റലുകളിൽ കൊടുത്തേക്കുന്നത്. ഇപ്പോ 6th എഡിഷൻ ആണ്. Now standard centers of patient safety and quality of the delivery of service. രണ്ട് കാര്യങ്ങൾ അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടേ. എന്താണ് നാബിന്റെ ഇതിനകത്ത് പറയുന്നത്? നാബിന്റെ സ്റ്റാൻഡേർഡുകൾ എന്തിനെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഡെലിവറി ഓഫ് സർവീസ്. രണ്ട് കാര്യമാണ് കേട്ടോ. അത് വേണമെങ്കിൽ എഴുതി വെച്ചോ അവിടെ. പേഷ്യന്റ് സേഫ്റ്റി, ക്വാളിറ്റി ഓഫ് കെയർ. ആ രണ്ട് കാര്യങ്ങളിലാണ് നാബ് ഫോക്കസ് ചെയ്തേക്കുന്നത്. ആ രണ്ടിനെയും കേന്ദ്രീകരിച്ചിട്ടാണ് നാബ് അതിന്റെ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ ആ മാനദണ്ഡങ്ങൾ, ആ സ്റ്റാൻഡേർഡ് ഹോസ്പിറ്റൽ ഫോളോ ചെയ്താൽ മാത്രമേ നാബ് അതിന് അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. ക്ലിയർ ആവുന്നില്ലേ പറയണേ? രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാ? പേഷ്യന്റ് സേഫ്റ്റിയും ക്വാളിറ്റി ഓഫ് ഡെലിവറിയും. Quality of delivery of service by the hospital in changing healthcare environment. NAB is given an autonomous body. എന്ന് വെച്ചാൽ ഒരു സ്വയം ഭരണ സ്ഥാപനമാണ്. ഒരു ഓട്ടോണമസ്, സ്വയം ഒരു ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്വയം ഭരണ സ്ഥാപനമാണ് നാബ്. ആൻഡ് സെറ്റപ്പ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നോൺ ആസ് ക്വാളിറ്റി ഓഫ് കൗൺസിൽ ഓഫ് ഇന്ത്യ. അതാ പറഞ്ഞത്, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് ബോർഡ്, ഒരു ഘടക ബോർഡാണ് നാബ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഭാഗമാണ്, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? നാബ് എന്ന് പറയുന്നത്. Which is the standard making body in India. ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? നാബിന്റെ സ്റ്റാൻഡേർഡ്സുകൾ എപ്പോഴാണ്? മൊഡ്യൂള് 3 പഠിച്ചു അല്ലെ? നാബിന്റെ സ്റ്റാൻഡേർഡ് റീഫോം ചെയ്യുന്നത് എപ്പോഴാണ്? ഓരോ 4 വർഷത്തിലും, 4 വർഷം കൂടുമ്പോഴും നാബ് സ്റ്റാൻഡേർഡ് പുതുക്കിക്കൊണ്ടിരിക്കുന്നു. 5th എഡിഷൻ സ്റ്റാൻഡേർഡ് ഏപ്രിൽ 2020 അതായത് 2025 നമുക്ക് 2020 5th എഡിഷൻ ആയതുകൊണ്ട് 2025 ഇപ്പോ നിലവിൽ 6th എഡിഷൻ സ്റ്റാൻഡേർഡ് ആണ് ഹോസ്പിറ്റൽ ഫോളോ ചെയ്യുന്നത്. ഈ നാബ് സ്റ്റാൻഡേർഡ് എന്തിനാ ഫോക്കസ് ചെയ്തേക്കുന്നത്? രണ്ട് കാര്യങ്ങളും അണ്ടർലൈൻ ചെയ്തത് നമ്മൾ ഏതാണ്? പേഷ്യന്റ് സേഫ്റ്റിയും ക്വാളിറ്റി ഓഫ് ഡെലിവറിയും. നാബ് എന്ന് പറഞ്ഞ ഒരു സ്വയം ഭരണ യൂണിറ്റ് ആണ്, ഓട്ടോണമസ് ബോഡിയാണ്. ഏതിന്റെയാണ്? ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് ബോർഡ്, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഘടക ബോർഡാണ് നാബ്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ അതിൽ നിന്ന്? ഇനി നാബ് ഹോസ്പിറ്റലുകളെ 2 സെക്ഷൻ ആക്കിയാ തിരിച്ചേക്കണേ. മൊത്തത്തിൽ എല്ലാ ഹോസ്പിറ്റലും ഒന്നാക്കിയല്ല, 2 മെയിൻ ഡിവിഷൻ ആക്കി തിരിച്ചിട്ടുണ്ട്. നാബ് ഡിവൈഡ്സ് ദ ഹോസ്പിറ്റൽ ഇൻടു 2 മെയിൻ ഡിവിഷൻസ്. 2 ഡിവിഷൻ ഏതൊക്കെയാണെന്ന് നോക്കിയേ. സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും. അങ്ങനെ ഹോസ്പിറ്റലുകളിലെ 2 സെക്ഷൻ ആക്കിയായിട്ട് നാബ് തിരിച്ചേക്കുന്നത്. നോക്കിയേ, SHCO എന്ന് പറഞ്ഞ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ എത്രയാ? ലെസ് ദാൻ 50 ബെഡ്സ്. ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും ക്ലാസിഫിക്കേഷനിലൊക്കെ. 50 ബെഡ്സ്, 50 ബെഡിൽ താഴെയുള്ള ഹോസ്പിറ്റലുകൾ അല്ലെ? 50 ബെഡിൽ താഴെയുള്ള ഹോസ്പിറ്റലാണ് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെ? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അപ്പൊ എത്രയാ? വിത്ത് മോർ ദാൻ 50 ബെഡ്സ്, 50 ബെഡിൽ കൂടുതലുള്ള കാര്യമാണ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. മെയിൻ നാബ് ഗൈഡ് ബുക്ക്. നാബിന്റെ ഗൈഡ് ബുക്കില് സ്റ്റാൻഡേർഡുകൾ നോക്കി. എത്ര ചാപ്റ്റർ? 10 ചാപ്റ്റർ. അത് മാറാട്ടോ. അതായത് ചാപ്റ്റർ എപ്പോഴും മിക്കവാറും അങ്ങനെ തന്നെയാണ്, അതിൽ വ്യത്യാസം വരാറില്ല. സ്റ്റാൻഡേർഡുകളും ഈ ഒബ്ജക്റ്റീവ് എലമെന്റ്സും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് PGയിൽ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാറുണ്ട് കേട്ടോ. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൊഡ്യൂളില് 8ാമത്തെ ലാസ്റ്റ് ചാപ്റ്ററിൽ PGയിൽ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്. അതിനകത്ത് നമ്മൾ 100 സ്റ്റാൻഡേർഡും പഠിക്കും. എന്താണെന്നുള്ളത് 100 സ്റ്റാൻഡേർഡും പഠിക്കാറുണ്ട്. 10 ചാപ്റ്ററുകളും അതിന്റെ കീഴിൽ വരുന്ന അവിടെ 103 സ്റ്റാൻഡേർഡ് നെറ്റ് പറയുന്നത്. അത് ഞാൻ പറയാം വേരി ചെയ്തുകൊണ്ടിരിക്കും. അതിൽ ഒബ്ജക്റ്റീവ് എലമെന്റ്സും അതെ 651 അല്ലാതെ കൂടുതൽ നെറ്റ് വരുന്നുണ്ട് അവിടെ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഓരോ ഇതിന്റെ അനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞു ഇരിക്കും. ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ല ഇത്
കേട്ടോ. അപ്പൊ നാവിന്റെ ഗൈഡ് ബുക്കില് സ്റ്റാൻഡേർഡ് 10 ചാപ്റ്റർ. ഇപ്പൊ നിങ്ങളുടെ എന്തായാലും HAയില് നമുക്ക് ചോദിക്കുമ്പോഴും ഈ ഒരു രീതിയിലായിരിക്കും ഓപ്ഷൻ വന്നേ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾ പഠിച്ചാൽ മതി. 10 ചാപ്റ്റർ, 100 സ്റ്റാൻഡേർഡ്, 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ്. അത് നോട്ട് ചെയ്ത് തന്നെ വെച്ചോ കേട്ടോ. ചോദിക്കാറുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചോദിക്കാം. 10 ചാപ്റ്റർ വിത്ത് 100 സ്റ്റാൻഡേർഡ്സ്, 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ്. അണ്ടർലൈൻ ചെയ്തോ നാവിന്റെ ഗൈഡ് ബുക്കിലെ സ്റ്റാൻഡേർഡുകള്? 10 chapter, 100 standards, 651 objective elements. The standard refers to a set of goals for a performance. ഇനി നമ്മൾ കുറെ നേരം സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നു. എന്താ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? refers to a set of goals for performance. അല്ലെ, പെർഫോമൻസിനായിട്ടുള്ള ഒരു നിശ്ചിത ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അതായത് കുറച്ച് കാര്യങ്ങള് ഇപ്പൊ നമ്മുടെ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയും. ഇപ്പൊ രോഗിനെ കേന്ദ്രീകരിച്ച് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അപ്പൊ നല്ല കെയർ കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്താ പറയാ, അപ്പൊ അത് ഹോസ്പിറ്റല് ആ പറയുന്ന കാര്യം അല്ലെങ്കിൽ ആ മാനദണ്ഡം ഹോസ്പിറ്റല് ഫോളോ ചെയ്താൽ അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റും. അങ്ങനെ കേട്ടോ. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? refers to a set of goals for performance. പെർഫോമൻസിനായിട്ടുള്ള അല്ലെ, for the പെർഫോമൻസിനായിട്ടുള്ള ഒരു നിശ്ചിത ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നു. എലിമെന്റ്സ് comes under each standard. അപ്പൊ ഓരോ സ്റ്റാൻഡേർഡിന്റെ കീഴിൽ എന്തുണ്ട്? അവിടെ നമുക്ക് എലിമെന്റ്സ് വരുന്നുണ്ട്, അതായത് ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് വരുന്നുണ്ട്. ഉണ്ടോ? അത് നിങ്ങളൊന്നും ഇങ്ങനെ പഠിച്ചാൽ മതി. ചാപ്റ്റർ കീഴില് സ്റ്റാൻഡേർഡ്, അതിന്റെ കീഴില് ഒബ്ജക്റ്റീവ് എലിമെന്റ്സ്. ക്ലിയർ ആയോ? അപ്പൊ ഇതിനകത്ത് നമ്മൾ എത്ര ഇതാ പറഞ്ഞത്? ചാപ്റ്റർ എത്രയുണ്ട്? 10 ചാപ്റ്റർ ആണ് അല്ലെ. 10 ചാപ്റ്ററും അതില് 100 സ്റ്റാൻഡേർഡ്. ആ 10 ചാപ്റ്ററിന്റെ മുന്നില് 100 സ്റ്റാൻഡേർഡാണ് വരുന്നത്. ഇനി 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് എന്ന് പറഞ്ഞു. അതില് 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സില് 1 or 2 ആർ ഇക്വയർ കാറ്റഗറി. എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഈ 4 എണ്ണം നോട്ട് ചെയ്ത് വെച്ചോ. അവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്തിട്ടോ. ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ്, 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സിൽ 102 എണ്ണത്തിനെ കോർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എന്താ കോർ കാറ്റഗറി എന്ന് പറഞ്ഞാൽ? which are essentially evaluated during each assessment. ഓരോ മൂല്യനിർണയ സമയത്തും അടിസ്ഥാനമായി വിലയിരുത്തപ്പെടുന്ന എലിമെന്റ്സ് ആണ് ഒബ്ജക്റ്റീവ് എലിമെന്റ്സ്. ഇത് എന്തായാലും നോക്കും, അതാണ്. ഈച്ച് ആർ എസെൻഷ്യലി ഇവാലുവേറ്റഡ്. കണ്ടോ, എസെൻഷ്യൽ ആണ്, വളരെ അത്യാവശ്യമായിട്ട് വിലയിരുത്തപ്പെടുന്നതാണ്. ഡ്യൂറിങ് ഈച്ച് അസസ്മെന്റ്, ഓരോ മൂല്യനിർണയ സമയത്തും വളരെ ആവശ്യമായിട്ട് അല്ലെ അടിസ്ഥാനപരമായി വിലയിരുത്തപ്പെടുന്ന എലിമെന്റ്സ് ആണ് 102 എണ്ണം. അതിന് എന്തിലാ പറയുന്നത്? പേർ കാറ്റഗറിയിൽ വരുന്നു. ഇനി രണ്ടാമത്തെ നോക്കി, അതില് 459 എണ്ണം ഏതിലാ വരുന്നത്? ആർ ഇൻ കമ്മിറ്റ്മെന്റ് കാറ്റഗറി. ഏതാണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറി? ഏതാണ്? പ്രതിബദ്ധതാ വിഭാഗം. കോർ കാറ്റഗറി എന്ന് പറഞ്ഞാൽ പ്രധാന വിഭാഗം കേട്ടോ. അത് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ, മലയാളം അതിന്റെ മുകളിൽ എഴുതി വെച്ചോ. പ്രധാന വിഭാഗം എത്ര എണ്ണം വരും? 102 എണ്ണം. 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സില് 102 എണ്ണം ഏതിനകത്ത് വരുന്നു? പ്രധാന വിഭാഗത്തിൽ വരുന്നു. 102 എണ്ണം ഏതാണ്? പ്രധാന വിഭാഗം, വേറെ കാറ്റഗറിയിൽ വരും. അതെന്താണ്? എസെൻഷ്യലി ഇവാലുവേറ്റഡ് ഡ്യൂറിങ് ഈച്ച് അസസ്മെന്റ്. ഓരോ മൂല്യനിർണയ സമയത്തും അടിസ്ഥാനപരമായി വിലയിരുത്തപ്പെടുന്നതാണ് 102 എണ്ണം. അപ്പൊ 102 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് എന്തായാലും നോക്കും. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. അതില് 459 ആർ ഇൻ കമ്മിറ്റ്മെന്റ് കാറ്റഗറി, പ്രതിബദ്ധതാ വിഭാഗം. പ്രതിബദ്ധതാ വിഭാഗം which will be evaluated during final assessment. അത് എപ്പോഴാണ് അസസ് ചെയ്യട്ടെ?
ഫൈനൽ ലാസ്റ്റ് ആണ് നോക്കുന്നത് കേട്ടോ. ഫൈനൽ അസസ്മെന്റ് സമയത്ത് നോക്കുന്നതാണ് 459 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ്. ആദ്യത്തെ അത് ഇമ്പോർട്ടന്റ് അല്ല. ഫൈനൽ ആയിട്ട് അസസ് ചെയ്യുന്ന സമയത്ത് നോക്കുന്നതാണ് 459 എണ്ണം. അതിനെ നമ്മൾ കമ്മിറ്റ്മെന്റ് കാറ്റഗറി അല്ലെങ്കിൽ പ്രതിബദ്ധതാ വിഭാഗം, മലയാളമാട്ടോ പറയുന്നേ, പ്രതിബദ്ധതാ വിഭാഗത്തില് ഉൾപ്പെടുന്നു. ഇനി ബാക്കി 60 എണ്ണത്തിന് നോക്കിയേ, അച്ചീവ്മെന്റ് കാറ്റഗറി, നേട്ട വിഭാഗം, അച്ചീവ്മെന്റ് കാറ്റഗറി, നേട്ട വിഭാഗം which will be checked out during surveillance assessment. അവ എപ്പോഴാണ്? നിരീക്ഷണ മൂല്യനിർണയ വേളയിൽ പരിശോധിക്കുന്ന കാര്യമാണ്. checked out during surveillance assessment. നിരീക്ഷണ മൂല്യനിർണയ വേളയിൽ പരിശോധിക്കുന്നതാണ് 60 എണ്ണം. നിരീക്ഷണ മൂല്യനിർണയ വേളയില് പരിശോധിക്കുന്നതാണ് 60 എണ്ണം. അതിനെ അച്ചീവ്മെന്റ് കാറ്റഗറി അല്ലെങ്കിൽ നേട്ട വിഭാഗം എന്ന് പറയുന്നു. മലയാളം കേട്ടോ, നേട്ട വിഭാഗം. ബാക്കി 30 എണ്ണം നോക്കി, എക്സലൻസ് കാറ്റഗറി, മികവ് വിഭാഗം which will be evaluated during re-accreditation. അതെന്താ? re-accreditation സമയത്ത് അല്ലെ, പുനർമൂല്യനിർണയ സമയത്ത് വിലയിരുത്തപ്പെടുന്നതാണ്. re-accreditation സമയത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് 30 എണ്ണം, 30 ഒബ്ജക്റ്റീവ് എലിമെന്റ്. അതിനെ എക്സലൻസ് കാറ്റഗറിയിൽ വരുന്നു. ഇതാണ് മികവ് വിഭാഗം അല്ലെങ്കിൽ എക്സലന്റ് കാറ്റഗറി. അപ്പൊ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞത് 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സിനെ നമ്മൾ 4 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. 102 എണ്ണം കോർ കാറ്റഗറിയിൽ വരും, 459 എണ്ണം കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ വരും, 60 എണ്ണം അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ വരും, 30 എണ്ണം എക്സലൻസ് കാറ്റഗറിയിൽ വരും. 102 എണ്ണം കോർ കാറ്റഗറിയിൽ അതെപ്പോഴാണ്? അത് നമ്മൾ എങ്ങനെയാണ്? ഓരോ മൂല്യനിർണയ സമയത്തും ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായി വിലയിരുത്തുന്നതാണ് 102 എണ്ണം ഒബ്ജക്റ്റീവ് എലിമെന്റ്സ്. 459 എണ്ണം കമ്മിറ്റ്മെന്റ് കാറ്റഗറി, അതെപ്പോഴാണ്? ഫൈനൽ അസസ്മെന്റ് സമയത്താണ് വിലയിരുത്തുന്നത്. 60 എണ്ണത്തിന് അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് വരും, അതെപ്പോഴാ? നിരീക്ഷണ മൂല്യനിർണയ വേളയില് വിലയിരുത്തപ്പെടുന്നതാണ് 60 എണ്ണം. ബാക്കി 30 എണ്ണം എക്സലൻസ് കാറ്റഗറി, മികവ് വിഭാഗത്തിൽ വരുന്നതാണ്. അതെപ്പോഴാണ് ഇവാലുവേറ്റ് ചെയ്തത്? ഡ്യൂറിങ് റീഅക്രഡിറ്റേഷൻ. റീഅക്രഡിറ്റേഷൻ സമയത്ത് വിലയിരുത്തപ്പെടുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ചോദിക്കാം കേട്ടോ, ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് 459 ആർ ഇൻ ഡാഷ് കാറ്റഗറി. എന്നിട്ട് ഓപ്ഷൻ കൊടുക്കും, ക്യൂർ കാറ്റഗറി, കമ്മിറ്റ്മെന്റ് കാറ്റഗറി, അച്ചീവ്മെന്റ് കാറ്റഗറി, എക്സലൻസ് കാറ്റഗറി. മനസ്സിലായ ക്വസ്റ്റ്യൻ വന്നത് എങ്ങനെയാണോ? ഓക്കെ, അല്ലെങ്കിൽ അടുത്തത് ചോദിക്കാം. പിന്നെ അത് എന്താണെന്നും കൂടി ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ, എന്ത് സെക്ഷൻ ആണെന്നുള്ളത്. അങ്ങനെ അപ്പൊ മൊത്തം നിങ്ങൾ കൂട്ടിയപ്പോ ശരിയായോ? 102 പ്ലസ് 459 പ്ലസ് 60 പ്ലസ് 30 651 തന്നെ കിട്ടിയോ? കിട്ടിയില്ലേ? ഓക്കെ. ഇനി നാബിന്റെ സ്റ്റാൻഡേർഡുകൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. നാബിന്റെ സ്റ്റാൻഡേർഡുകൾ നമ്മൾ പറഞ്ഞത് എത്ര ചാപ്റ്റർ പറഞ്ഞേ? മൊത്തം എത്ര ചാപ്റ്റർ ഉണ്ട്? അതിനകത്ത് 10 ചാപ്റ്റർ ആണുള്ളത്. അതിനെ 5 എണ്ണം പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിലും 5 എണ്ണം ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡിലും വന്നത്. അങ്ങനെ മൊത്തം 10 ചാപ്റ്റർ കേട്ടോ. ഇനി ഈ ഓരോ സ്റ്റാൻഡേർഡിലെ അതിന്റെ കീഴിലാണ് നമുക്ക് ഇങ്ങനെ ഓരോ ചാപ്റ്ററിന്റെ കീഴിലാണ് വീണ്ടും ഈ 100 സ്റ്റാൻഡേർഡ് വന്നത്. അതിന്റെ കീഴിൽ വരുന്നതാണ് സ്റ്റാൻഡേർഡുകൾ. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ആണ് കേട്ടോ ഈ കൊടുത്തേക്കണേ. 10 ചാപ്റ്ററുകളാണ്, 10 ചാപ്റ്റർ ഉണ്ട്. അതില് 5 എണ്ണം പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്, രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ് അതിനകത്ത് വരുന്നത്. മറ്റത് ഓർഗനൈസേഷനെ, ആ ഒരു ഹോസ്പിറ്റലിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ആ ബാക്കി 5 എണ്ണത്തിൽ വരുന്നത്. അങ്ങനെ മൊത്തം എത്രയാണ്? മൊത്തം നമുക്ക് 10 ചാപ്റ്റർ. ഇത് എക്സാമിന് ചോദിക്കൂ കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ വരുന്നത് ഏത്, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ വരുന്നത് ഏതെന്നും ചോദിക്കാം. ഇവിടെയൊന്നും എക്സ്പാൻഡഡ് ഫോം പ്രതീക്ഷിക്കാം. കുറേ എക്സ്പാൻഡഡ് ഫോം കിടക്കുന്നുണ്ട്. അതാട്ടെ ഞാൻ പറഞ്ഞത്, എന്തായാലും ഒരു 2 or 3 എക്സ്പാൻഡഡ് ഫോം നമുക്ക് എക്സാമിന് ഉണ്ടാവും, നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതും കൂടി നോക്കണം. അതിന് നിങ്ങൾക്ക് എളുപ്പമുണ്ട്, ഒരെണ്ണം പഠിച്ചാൽ മതി. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യണതാണോ ഇൻക്ലൂഡ് ചെയ്യാത്തല്ലേ എന്ന് ചോദിച്ചാൽ എഴുതാനോ? 2 പോയിന്റ് ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ഒരെണ്ണം തറവായിട്ട് വെക്കാം.
ക്ലിയർ അല്ലേ പറയണേ? എളുപ്പല്ലേ? അപ്പൊ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് അപ്പൊ എല്ലാം രോഗീനെ കേന്ദ്രീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. പഠിക്കാൻ എളുപ്പമുണ്ട്, അത് പഠിച്ചു വെക്കും. അപ്പൊ പിന്നെ ബാക്കിത്തെ നമുക്ക് എന്താണ് ആ ഒരു ഓർഗനൈസേഷന് ബേസ് ചെയ്താ ഇത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെന്ന് ചോദിച്ചാൽ എഴുതാം, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിച്ചാൽ എഴുതാം. ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചാലും ഇൻക്ലൂഡ് ചെയ്യാത്തയാണോ അല്ലെങ്കിൽ ചോദിച്ചാൽ എഴുതാലോ. ഒരെണ്ണം തറായിട്ട് പഠിച്ചിരുന്നാൽ മതി. നോക്കിയേ, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ വരുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നോക്കിയേ, അസസ്മെന്റ് ആൻഡ് കോണ്ടിന്യൂറ്റി ഓഫ് കെയർ. പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണമില്ലേ അതിനെ അസസ് ചെയ്യുക, അതിന് വിലയിരുത്തുക, അസസ്മെന്റ് ചെയ്യുക. കണ്ടിന്യൂറ്റി അത് ഇമ്പോർട്ടന്റ് അല്ലേ? നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ കണ്ടിന്യൂറ്റി കൊടുക്കണ്ടേ? ഇപ്പൊ കുറച്ച് മരുന്ന് കഴിച്ചോ, കുറച്ച് ഗ്യാപ്പ് ഇട്ട് പിന്നെ വന്നാലും നമ്മുടെ ഡോക്ടർ എന്താ ചെയ്യുന്നേ? ആ പഴയ ഇത് നോക്കും. ഇത് മറ്റേ ചാപ്റ്റർ പഠിക്കണ്ടേ അല്ലെ? മറ്റേ ചാപ്റ്റർ പഠിച്ചതാണ്, അപ്പൊ അതുകൊണ്ട് കുറെയൊക്കെ എളുപ്പമാണ്. വീണ്ടും ഒന്ന് റിവൈസ് ചെയ്ത് പോകണമെന്നുള്ളൂ. ചാപ്റ്റർ 11 അല്ലെ? ലാബിന്റെ വന്നുണ്ട് അവിടെ. ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ലാബ് അല്ലേ ചാപ്റ്റർ? ആതിര മിസ് അല്ലെ? ആതിര മിസ്സാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ആതിര മിസ് ആയിരിക്കും. അപ്പൊ അതിനകത്ത് നമുക്ക് നോക്കിയേ, അസസ് അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, AAC എന്ന് പറയുന്നത്. പിന്നെ കെയർ ഓഫ് പേഷ്യൻസ്, പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ, മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, മരുന്നുകൾ. വന്ദന മിസ് ആണ് എടുക്കണേ അല്ലെ? ഓക്കെ. മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, MOM. പിന്നെ അടുത്ത് PRE, പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ഇതെല്ലാം പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പൊ ജസ്റ്റ് അതൊന്ന് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ ഇൻക്ലൂഡ് ചെയ്യാത്തത് ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക. എക്സ്പാൻഡഡ് ഫോം പഠിക്കുക. ഇനി നമുക്ക് ഓർഗനൈസേഷൻ സെന്റേർഡ്, ഓരോ ഓർഗനൈസേഷനെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ കേന്ദ്രീകരിച്ച് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. Patient safety and quality improvement, responsibility of management, responsibility ROM, facility management and safety FMS, human resource management HRM, then information management system IMS. Okay, information management system IMS. ഓക്കെ, അപ്പൊ അത്രയും നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു വയ്ക്കാം. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡും ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡും. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു പൊക്ക പോലെ കുറച്ച് കാര്യങ്ങൾ കെയർ ചെയ്യില്ലേ? അപ്പൊ ഇതിനകത്ത് ഇത് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, എക്സ്പാൻഡഡ് ഫോം. പിന്നെ അതിന് മുന്നേ നമ്മൾ പഠിച്ചത് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിൽ ഓരോന്നും ഏത് കാറ്റഗറി അത് നോട്ട് ചെയ്ത് വെച്ചോ. ഓരോന്നും ഏത് കാറ്റഗറി, ഇതൊക്കെ ടിക്കറ്റ് വെക്കോ, അണ്ടർലൈൻ ചെയ്ത് വെക്കോ ഒക്കെ ചെയ്തോട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞതില് ലാബിനെ നമ്മൾ ഹോസ്പിറ്റലിൽ 2 സെക്ഷൻ ആക്കി തിരിച്ചേണ്ടതുള്ളത് അത് നോട്ട് ചെയ്യുക. പിന്നെ വന്നത് ലാബിന്റെ ഗൈഡ് ബുക്കില് 10 ചാപ്റ്റർ, മൊത്തം 100 സ്റ്റാൻഡേർഡ്സ്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. അത് ആ ഒരു സെന്റൻസ് നോട്ട് ചെയ്യുക. ഇത് 100 സ്റ്റാൻഡേർഡ് നമുക്ക് പഠിക്കാണ്ട് PG കേട്ടോ. ആ 10 ചാപ്റ്ററിന്റെ ഉള്ളിൽ വരുന്ന 100 സ്റ്റാൻഡേർഡും ഏതൊക്കെയാണ് എന്നുള്ളതും അതിനകത്ത് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് പിന്നെ അതിനകത്ത് ലാബിന്റെ 4 ഇയർ കൂടുമ്പോൾ അവര് സ്റ്റാൻഡേർഡ് റീഫോം ചെയ്യുന്നു എന്നുള്ളത് 2020 5th എഡിഷൻ ആയിരുന്നു. അതായത് നമ്മളിപ്പോ 6th എഡിഷൻ ആണ് ഹോസ്പിറ്റലിന് ഫോളോ ചെയ്യണമെന്നുള്ളതും അത് നോക്കി വെക്കാം. പിന്നെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഭാഗമാണ്, ഒരു ഘടക ബോർഡാണ് നാബ് എന്ന് പറയുന്നതും. പിന്നെ സ്കോറിംഗ് ഒന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല അതിനകത്ത്. പിന്നെ അതിനകത്ത് സർവേ ടീമിൽ, ആ സർവേ ടീമിൽ വരുന്നവരായിരിക്കാന്നുള്ളത് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. സ്റ്റാൻഡേർഡിന്റെ റിവിഷൻ JCID ആട്ടോ പറഞ്ഞേക്കുന്നത് ഇവിടെ. അവര് അറ്റ്ലീസ്റ്റ് 3 years എന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ, റീ എക്സാം ചെയ്യുന്നത്. പിന്നെ JCID ആണെങ്കിൽ ആ നമ്പർ കൂടി നോട്ട് ചെയ്യണം. 285 സ്റ്റാൻഡേർഡ്, 1160 മെഷറബിൾ എലമെന്റ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഒരുവിധമൊക്കെ കിട്ടിയോ? നമ്മൾ നോട്ട് ചെയ്യേണ്ടതൊക്കെ ഈ നോട്ട് ചെയ്യേണ്ടത് തന്നെ പഠിച്ചാൽ മതി. നിങ്ങൾ ക്ലിയർ ആണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓരോന്നും നമ്മൾ ഓരോ സ്റ്റാൻഡേർഡിലാണെങ്കിലും നമുക്ക് കുറച്ച് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയാനുണ്ട്.
അപ്പൊ അതിനകത്ത് ഓരോ ഇക്വേഷൻസ് ആണ് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് ഞാൻ പറഞ്ഞില്ലേ, മെയിൻ എക്സാമിന് ഇതിൽ നിന്ന് അങ്ങനെ അധികം ചോദിക്കാറില്ല. മറ്റേ സെക്ഷനിൽ നിന്നാണ് മെയിനിൽ ചോദിച്ചിട്ടുണ്ടേക്കണേ. എന്നാലും നമുക്ക് മോഡലിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് എത്രയാണ് മൊത്തം ഇക്വേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. ഇക്വേഷൻ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് 32 ഉണ്ട്. 32 ഇക്വേഷൻസ് പഠിക്കാണ്ട് അതിൽ കുറച്ച് ഒരു 15 എണ്ണായിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. അത് ഞാൻ നോക്കട്ടെ, ഇമ്പോർട്ടന്റ് നോട്ട് ചെയ്ത് തരാം ഞാൻ കേട്ടോ. അപ്പൊ അത്രയും മാത്രം നിങ്ങളൊന്ന് വൈക്കട്ട് ചെയ്ത് പഠിക്കുക. വൈക്കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ക്വസ്റ്റിനിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എളുപ്പമാണ്. സിമ്പിൾ മെത്തേഡിലൂടെ നമുക്ക് ആ ഫോർമുലാസ് നോക്കാം. അപ്പൊ എന്താ ചുരുക്കി പറഞ്ഞെന്താ, ഈ 32 ഫോർമുല നമ്മൾ പഠിക്കൂലേ മറ്റേ ചാപ്റ്ററിൽ അല്ലെ. അപ്പൊ അതായത് 32 ഫോർമുലയും നോക്കിയിട്ട് ഇത് ആ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇതിനെങ്ങനെ നമ്മൾ നോക്കണേ, അതിന്റെ പെർസെന്റേജ് ഒക്കെ നോക്കിയിട്ട് അത് ഹോസ്പിറ്റല് ഫോളോ ചെയ്യണ്ടെങ്കിൽ മാത്രമേ നാബ് സ്റ്റാൻഡേർഡ് കൊടുക്കുള്ളൂ അല്ലെ. അപ്പൊ അത് നാബിന് അവരുടെ ആ ഒരു അക്രഡിറ്റേഷൻ കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കണേ. ഈ പറഞ്ഞ ഇതൊക്കെ നോക്കുന്നുണ്ടോ അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഓരോ പെർസെന്റേജ് ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ അറിയാലോ, അതൊക്കെ നോക്കിയിട്ടാണ് നാബ് ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഈ ഫോർമുലാസ് ആണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഓക്കെ, അപ്പൊ ഇന്ന് പഠിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.